കണ്ണൂർ സിറ്റി പോലീസ് അത്യാധുനിക ആസ്ഥാന മന്ദിരത്തിലേക്ക് 13 കോടി രൂപയോളം ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം ബുധനാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പൊതുജനങ്ങൾക്ക് പോലീസ് ആസ്ഥാനത്തെ സേവനം തേടി പല സ്ഥലത്ത് പോകേണ്ട സാഹചര്യം ഇനി ഉണ്ടാകില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് കണ്ണൂർ വിഷനോട് പറഞ്ഞു. കണ്ണൂരിൽ 4 നിലകളിലായി 13 കോടിയോളം രൂപ ചെലവഴിച്ചാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ആസ്ഥാനം പണി കഴിപ്പിച്ചത്. ആധുനികമായ എല്ലാ സൗകര്യങ്ങളോടെയുമാണ് സിറ്റി പോലീസ് ആസ്ഥാനം പണിതത്. ബുധനാഴ്ച വൈകിട്ട് 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഇതിനൊപ്പം തളാപ്പിൽ 3 നിലകളിലായി 1.89 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ക്വാർട്ടേഴ്സിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. കൂത്തുപറമ്പിൽ ACP ഓഫീസിന് മുകളിലായി 51 ലക്ഷം രൂപ ചെലവഴിച്ച സെൻട്രൽ കസ്റ്റോഡിയൽ ഫെസിലിറ്റേഷൻ സെന്റർ, കണ്ണൂർ റേഞ്ച് DIG ഓഫീസിന് മുകളിലായി നിർമ്മിച്ച ട്രെയിനിംഗ് സെന്റർ എന്നിവയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. എല്ലാ മേഖലയിലും പോലീസ് ആധുനികവൽക്കരിക്കപ്പെടുകയാണെന്നും ഇതിന്റെ ഗുണം പൊതുജനങ്ങൾക്കും ഉണ്ടാകുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് പറഞ്ഞു. ഈ കെട്ടിടം കണ്ണൂർ ജില്ലയിലെ എല്ലാ അസിസ്റ്റന്റ് കമ്മീഷണർ, പ്രധാനമായിട്ടുള്ള അസിസ്റ്റന്റ് കമ്മീഷണർ സ്പെഷ്യൽ ബ്രാഞ്ച്, അസിസ്റ്റന്റ് കമ്മീഷണർ നാർക്കോട്ടിക്സിൽ, അഡീഷണൽ SP, ഡിസ്ട്രിക്ട് ക്രൈം ബ്രാഞ്ച് തുടങ്ങിയ ഓഫീസുകളെല്ലാം തന്നെ പുതിയ ബിൽഡിങ്ങിലായിരിക്കും ഇനി മുതൽ ഫംഗ്ഷൻ ചെയ്യുക. അവിടെ പൊതുജനങ്ങൾക്കായിട്ടുള്ള അവരുടെ പരാതികൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സിറ്റി പോലീസ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ സുഗമമായിട്ട് ഒരു ഓഫീസിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആ ഓഫീസിലെ സേവനങ്ങൾ ലഭ്യമാകുന്ന ഏറ്റവും സ്മൂത്തായിട്ടൊരു സാഹചര്യം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടൊരു ഭൗതിക സാഹചര്യം നിലനിർത്തിക്കൊണ്ടാണ് പുതിയ ബിൽഡിംഗ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കോൺഫറൻസ് റൂമുകൾ, മറ്റ് ഓഫീസുകൾക്ക് പ്രവർത്തിക്കാനുള്ള, മിനിസ്ട്രിയൽ വിങ്ങുകൾക്ക് പ്രവർത്തിക്കാനുള്ള സൗകര്യം, ഇതൊക്കെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നല്ല പാർക്കിംഗ് സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് പുതിയ ബിൽഡിംഗ് വരുന്നത്. സിറ്റി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഇൻഫ്രാസ്ട്രക്ചറാണ്. ആ ഇൻഫ്രാസ്ട്രക്ചർ കൂടി വരുന്ന സമയത്ത് അതെല്ലാം തന്നെ പൊതുജനങ്ങൾക്ക് കൂടുതൽ ബെറ്ററായിട്ട് ഈ സൗകര്യങ്ങളും സേവനങ്ങളും നൽകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്കും കൂടെ അത് മാറും എന്നുള്ളതാണ്. ഒരു ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ആ ഓഫീസിലേക്ക് സന്ദർശിക്കുന്നത് തന്നെ ഒരു നല്ല അനുഭവമാക്കി മാറ്റുന്നതിനും കൂടെ ഈ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ, പുതിയ കെട്ടിടം ഉപകരിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. 2021 ജനുവരിയിലാണ് ജില്ലാ പോലീസിന്റെ വിഭജനം നടന്നത്. സിറ്റി പോലീസ് എന്നും കണ്ണൂർ റൂറൽ പോലീസ് എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായാണ് ജില്ലയിൽ പോലീസ് പ്രവർത്തിക്കുന്നത്. നഗരമേഖലയിൽ ക്രമസമാധാനം ഉറപ്പാക്കാനും ഗതാഗത നിയന്ത്രണത്തിനും കൂടുതൽ ആധുനിക സംവിധാനങ്ങൾ ഇതോടെ ലഭ്യമായി. കണ്ണൂർ, തലശ്ശേരി, കൂത്തുപറമ്പ് എന്നീ 3 സബ് ഡിവിഷനുകളിലായി 18 പോലീസ് സ്റ്റേഷനുകളാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ളത്. ഈ പ്രവർത്തനങ്ങളുടെയെല്ലാം ഏകോപനം കൂടുതൽ കാര്യക്ഷമമാകുന്നതിന് പുതിയ ഓഫീസ് സംവിധാനം സഹായകമാകുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.